ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അബ്ഗാ സ്കോറിങ്ങിനെ പറ്റിയിട്ടാണ്. ഒരു ന്യൂ ബോൺ അസസ്മെന്റിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു സ്കോറിംഗ് സിസ്റ്റം ആണ് അബ്ഗാ സ്കോറിംഗ്. നമുക്ക് ന്യൂ ബോൺ അസസ്മെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂൾ എന്നൊക്കെ വിളിക്കാം. എന്താണ് അബ്ഗാ നോക്കുവാണെങ്കിൽ അതിലെ ഓരോ വേർഡിനും ഒരു അബ്രിവേഷൻ ഉണ്ട്. അത് നമുക്കൊരു ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിട്ട് അബ്ഗാ എന്ന് കൊടുത്തേക്കുന്നതാണ്. ഇനി ഓരോന്ന് APGAR എന്താണെന്ന് നോക്കാം. A ഫോർ എപ്പിയറൻസ്, നമ്മൾ ഫസ്റ്റ് ലുക്ക്, ഫസ്റ്റ് സൈറ്റ് ഒക്കെ പറയത്തില്ല, നമ്മൾ കാണുമ്പോൾ തന്നെ എന്താ കാണുന്നത് എന്നുള്ളതാണ് എപ്പിയറൻസ്. P ഫോർ പൾസ്, കുട്ടികൾക്ക് ഹൃദയമിടിപ്പുണ്ടോ എന്നുള്ള കാര്യമാണ്. പിന്നെ അടുത്തത് G ഗ്രിമേസ് ആണ്, റിഫ്ലക്സ് ഇറിറ്റബിലിറ്റി, നമ്മൾ എന്തെങ്കിലും സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കുട്ടി പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ വീണ്ടും A വരുന്നത് ആക്ടിവിറ്റി ആണ്, എത്രത്തോളം ആക്റ്റീവ് ആണ്, മസിൽ ടോൺ ഒക്കെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ലാസ്റ്റ് വരുന്നത് ആണ് റെസ്പിറേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ്, ഇതിനുള്ള എഫേർട്ട്, എത്രത്തോളം എഫേർട്ട് കുട്ടി ഇടുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. സോ ഇനി 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കാം. അതിനു മുമ്പ് ഈ സ്കോറിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഓരോന്നിലും 0 മുതൽ 2 വരെ നമ്മൾ സ്കോർ കൊടുക്കും. 0, 1, 2. അതിൽ ഏറ്റവും ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് 2 ആണ്. എത്രത്തോളം സ്കോർ കൂടുന്നോ അത്രത്തോളം നല്ല കണ്ടീഷൻ, കുട്ടിയുടെ കണ്ടീഷൻ ഗുഡ് ആയിരിക്കും എന്നുള്ള കാര്യമാണ്. ഇതിൽ മാക്സിമം സ്കോർ വരുന്നത് 5 പോയിന്റ് ആണുള്ളത്. 5 × 2 10 ആണ്. ഏറ്റവും ലോ സ്കോർ 0 ആയിരിക്കും വരുന്നത്. ഓരോന്നായിട്ട് നോക്കാം. A ഫോർ അപ്പിയറൻസ്, കുട്ടി എങ്ങനെയാണ് കാണാതിരിക്കുന്നത്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ചൈൽഡ് എന്ന് പറയുന്നത് ഒരു പിങ്ക് കളേർഡ് ആയിരിക്കും ബോഡി. അപ്പോൾ അങ്ങനെ പിങ്ക് കളേർഡ് ആയിട്ടുള്ള ബോഡി ഉണ്ടെങ്കിൽ നമുക്ക് 2 കൊടുക്കാം. ഇനി ഇപ്പോഴ് പിങ്ക് കളറാണ് ബോഡി, പക്ഷേ കയ്യിലും കാലിലും ഒക്കെ ഒരു ബ്ലൂ കളേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് 1 കൊടുക്കാം. അല്ല ബോഡി ഫുള്ളായിട്ട് ബ്ലൂ ആണ്, പിന്നെ അല്ലെങ്കിൽ പെയിൽ ആണ് എന്നുള്ള കാര്യമാണെങ്കിൽ നമുക്ക് 0 കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് പൾസ് ആണ്. പൾസ് 0 ആണെങ്കിൽ നമുക്ക് സ്കോറും 0 കൊടുക്കാം. 100ൽ കുറവാണ് പൾസ് എങ്കിൽ നമുക്ക് 1 കൊടുക്കാം. 100ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ 2 കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് ഗ്രിമേസ് ആണ്. നമ്മൾ ഒരു സ്റ്റിമുലേഷൻ കൊടുത്തു, കരയുന്നില്ല, ഒരു ആക്ടിവിറ്റിയും ഇല്ല എങ്കിൽ നമുക്ക് അവിടെ 0 കൊടുക്കണം. ഇനി ഇപ്പോഴും നമ്മൾ ഒരു സ്റ്റിമുലേഷൻ കൊടുത്തു, കുറച്ച് പ്രതികരണമൊക്കെ ഉണ്ട്, പക്ഷെ കരയുന്നൊന്നുമില്ല, വീക്ക് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ്, റിഫ്ലക്സ് ആണ് എങ്കിൽ നമുക്ക് 1 കൊടുക്കാം. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിഫ്ലക്സ് ആണ്, ഭയങ്കരമായിട്ടുള്ള ക്രൈ ഉണ്ട് എങ്കിൽ നമുക്ക് 2 കൊടുക്കാം. ഇനി അടുത്തത് ആക്ടിവിറ്റി ആണ്. നമ്മൾ കുട്ടിക്ക് കാര്യമുള്ള ആക്ടിവിറ്റി ഒന്നുമില്ല, കുട്ടി ഇങ്ങനെ ചുമ്മാ കിടക്കുവാണ് എങ്കിൽ 0 കൊടുക്കാം. അല്ല കുറച്ചൊക്കെ ഫ്ലക്ഷൻ, കൈയും കാലൊക്കെ ഫ്ലക്ഷൻ ചെറുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 കൊടുക്കാം. നല്ല ഫ്ലക്ഷൻ ഉണ്ട്, നല്ല ആക്റ്റീവ് ആണ് എങ്കിൽ 2 കൊടുക്കാം. ഏറ്റവും അവസാനം വരുന്നത് റെസ്പിറേഷൻ ആണ്. റെസ്പിറേഷൻ ഇല്ലെങ്കിൽ 0, വീക്ക് ആയിട്ടുള്ള ഒരു ക്രൈ ആണെങ്കിൽ 1, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഒരു ക്രൈ ആണ് എങ്കിൽ 2 കൊടുക്കും. സോ ഇങ്ങനെ കൂട്ടിയിട്ട് ഓരോന്ന് കൂട്ടിയിട്ടാണ് അബ്ഗാ സ്കോറിങ് വരുന്നത്. ഇനി ഈ ഒരു സ്കോർ നോക്കിയിട്ടാണ് ബേബിക്കുള്ള കെയർ കൊടുക്കുന്നത്. ഇപ്പോഴ് 7 to 10 ഒക്കെ ആണെങ്കിൽ ബേബി ഹെൽത്തി ആയിരിക്കും. അപ്പോഴ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഈ ഒരു ഡെലിവറിക്ക് ശേഷമുള്ള കെയർ കുട്ടിക്ക് കൊടുത്താൽ മതിയാകും. ഇനി ഇപ്പോഴത് 4 to 6 ഒക്കെ ആണ് എങ്കിൽ ചില സിറ്റുവേഷൻ ഒക്കെ ആവശ്യമായിട്ട് വരും. ലൈക്ക് ഓക്സിജൻ കൊടുക്കുക, അല്ലെങ്കിൽ സക്ഷൻ കൊടുക്കുക, സ്റ്റിമുലേഷൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി ഇപ്പോഴ് അതിലും താഴെയാണ് 3 to 0 അല്ലെങ്കിൽ 0 മുതൽ 3 വരെയൊക്കെയാണ് എങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫുൾ റെസിസ്റ്റേഷൻ ബേബിക്ക് ആവശ്യമായിട്ട് വരും. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കെയർ അത്യാവശ്യമായിട്ടുള്ള സിറ്റുവേഷൻ ആണിത്. സോ ഇതൊക്കെയാണ് അബ്ഗാ സ്കോറിംഗ് സിസ്റ്റം. അപ്പോഴേ ഇനി വീട്ടിലൊക്കെ ഡെലിവറി ചെയ്യുന്ന ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഓരോ ആളുടെ ഇഷ്ടമൊക്കെയാണ്. എന്നിരുന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായുള്ള കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഇതൊക്കെ ചെയ്തിരുന്നു, അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ഇതൊക്കെ ചെയ്യും, ഞങ്ങൾ വാക്സിൻ എടുക്കില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് ഒരു കുട്ടി അവര് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്ന കുട്ടിയുടെ കൂടി ഒരു ചോയ്സിന്റെ ലംഘനമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ ഒരു കാര്യം ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കാര്യത്തില്. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് പറയാം. ബൈ.